ചില പ്രധാന കാര്യങ്ങൾ കൂടി പറയാനുള്ളത് ഈ പ്രദേശത്ത് ദുരന്തം കാണാനെത്തുന്നവരുടെ തിരക്ക് കൂടിയുണ്ട് എന്ന് പറയുന്ന സങ്കടകരമായ അവസ്ഥയുണ്ട്. ഏതായാലും അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടവരെ മാത്രമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത്. യാത്രക്കാർ വയനാട്ടുകാരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അവരുടെ കൈവശം കരുതണം. തിരിച്ചറിയൽ കാർഡ് ഉണ്ടാകണമെന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകാത്ത തരത്തിൽ മാത്രം യാത്ര ചെയ്യുക. ഈ ദുരന്തം കാണാനായി വയനാട്ടിലേക്ക് പോകാതിരിക്കുക എന്ന മനസാക്ഷി കൂടി നിങ്ങൾ കരുതുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കരുത്തും കരുതലും വയനാടിന് നൽകിക്കൊണ്ട് കേരളം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. ഭക്ഷണവും വസ്ത്രങ്ങളും അവശ്യ വസ്തുക്കളും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് മലയാളികളെമ്പാടും. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അരുൺ കൊടുങ്ങുവിൻ്റെ റിപ്പോർട്ട് കൂടി കാണാം. ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വയനാട് ഒന്നാകെ. പക്ഷേ കേരളം അതിന് പൂർണ്ണ കണ്ണീരൊപ്പാനുള്ള എല്ലാവിധ സഹായവും സഹകരണവും എല്ലാം തന്നെ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സ്റ്റോറാണിത്. ഇവിടേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു മനസ്സോടെ കേരളം ഒന്നാകെ ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ജനതയ്ക്ക് ഒപ്പം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരുപാട് ആളുകളാണ് സംസ്ഥാനത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് സാധനം എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു നാടൊന്നാകെ നമുക്കൊപ്പം നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് സാധനങ്ങൾ എത്തുന്നു. എന്തായാലും കളക്ട്രേറ്റിലാണോ ഇത് ശേഖരിക്കുന്നത്? എങ്ങനെയാണ്? ഇവിടെ എല്ലാം വിവിധ ക്യാമ്പുകളിൽ ശേഖരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള പരിമിതി മൂലം നമ്മൾ കുറേ സാധനങ്ങൾ കളക്ട്രേറ്റിലേക്ക് അവിടെ വിവിധ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമുക്ക് എക്സ്പയറി ഡേറ്റിൻ്റെ പ്രശ്നമുള്ള സാധനങ്ങൾ അധികം കൊണ്ടുവരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കിവിടെ കുറേ സാധനങ്ങൾ ബ്രെഡ് അതുപോലെ ബന്ന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്നുവെച്ചാൽ അതിന് ഡേറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കത് അധികം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് പരമാവധി ആളുകൾ കൊണ്ടുവരുന്നത് അടുത്ത ദിവസങ്ങളിലേക്ക് ആക്കുവാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. നിലവിലിപ്പം ഈ ക്യാമ്പ് വരും ദിവസങ്ങളിലും തുടരാനുള്ളൊരു സാധ്യതയാണല്ലോ ഉള്ളത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക, അതല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അതെ, ക്യാമ്പ് എന്തായാലും നീണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നമ്മൾ കാണുന്നത്. കാരണം വീടുകൾ പോയതൊക്കെ ഉണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നിലവിൽ ഈ സാധനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ എല്ലാ സാധനങ്ങളും ആവശ്യത്തിനൊക്കെ എത്തുന്നുണ്ടല്ലേ? അത് സാധനങ്ങളൊക്കെ ആവശ്യത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൈ കഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ആ ഒരു സഹായം നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്കും കൂടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേസ്റ്റായി കളയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവരും ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഇത്തരത്തിൽ എക്സ്പയറി ഡേറ്റ് എന്നുള്ളൊരു വലിയ ഒരു പ്രശ്നം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുള്ളതാണ് ഇവിടെയുള്ളവരുടെ വിനയപൂർവ്വമായുള്ള ഒരു അഭ്യർത്ഥന. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ക്യാമ്പ് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് ആളുകൾ, ഒരു പ്രദേശം ഒന്നാകെ ഇവിടെ ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള മടക്കം എന്നുള്ളത് ഇവർക്ക് അസാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സഹായങ്ങൾ എത്തിക്കുന്നതിനൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം.